ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്കൊരു മിക്സ്ഡ് ജാർ എടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയും ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് പഞ്ചസാര. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം കൂട്ടാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം മധുരം മതി, അതുകൊണ്ട് ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ഏലക്കയും ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റിവെക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാകാനായിട്ട്. ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അടിക്കാം. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യുടെ മുകളിലേക്ക് ഓരോ പഴവും വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴേക്കും മറിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ആക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരു നുള്ളു ഉപ്പിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പഴമായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ പഴമായിട്ട് വെച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു കയ്യിൽ കൊണ്ട് കുറച്ച് മാവ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്വീറ്റ് ഐറ്റം അല്ലേ? അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.